കണ്ണൂർ എന്നത് കളിയാട്ടത്തിൻ്റെ നാടാണ്. തെയ്യത്തിൻ്റെ സ്വന്തം ഊര് കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്കുള്ള യാത്ര. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. മുത്തപ്പൻ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരരീതി കൊണ്ടാണ്. കള്ളും മത്സ്യവും നിവേദിച്ച് കാത്തോളണേ മുത്തപ്പ എന്ന പ്രാർത്ഥന. അല്ലെങ്കിലും ലോകത്തെ രക്ഷിക്കാനിറങ്ങുന്ന അവതാരങ്ങൾക്ക് കിരാതനെന്നോ സനാതനെന്നോ വകഭേദമില്ലല്ലോ. മലയാളികൾക്ക് മുത്തപ്പൻ വ്യത്യസ്തനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. പനയിൽ കയറി കള്ളു മോഷ്ടിച്ച ദൈവത്തിൻ്റെ കഥകൾ ചൊല്ലിക്കൊടുത്ത മുത്തശ്ശിമാരുടെ മൊഴികളിൽ മുത്തപ്പൻ്റെ വീരകഥകൾ ആവോളമുണ്ടായിരുന്നു. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം. തെയ്യം കെട്ടുന്നവൻ മുത്തപ്പനായി ചമയുമ്പോൾ ഭക്തനോടൊരു വാക്ക് പറയും, മുത്തപ്പൻ കൂടെ ഉണ്ട് ട്ടോ. കേൾക്കുന്നവന് അതൊരു ദേവവാക്യമാണ്. ഉള്ളിൽ നിറയുന്ന മുത്തപ്പൻ്റെ കനിവാണവൻ. അതുകൊണ്ട് തന്നെയാണ് മുത്തപ്പനെ വ്യത്യസ്തമാക്കുന്നത്. ശിവനും വിഷ്ണുവും ചേർന്ന അവതാരമാണത്രേ മുത്തപ്പൻ. കല്ലിലും മണ്ണിലും ദൈവമുണ്ടെന്ന ആപ്തവാക്യം, അത് നീയാകുന്നു എന്ന പൊരുൾ. ദൈവവും മണ്ണും മനുഷ്യനുമൊക്കെ ഒന്നാണെന്ന സങ്കല്പം. മനുഷ്യ, നീ മണ്ണിനോട് ചേരുന്നു, പിന്നെന്തിനീ അഹങ്കാരം. മുത്തപ്പൻ ചെവിയിലോതുന്നത് അതൊക്കെ തന്നെയാണ്. കൂട്ടുകാരൻ സുധീഷിന് മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ ആഗ്രഹം. ഞാൻ കൂടെ പോയി. അവൻ കള്ളു വാങ്ങി കഴിച്ചപ്പോൾ ഞാൻ കൂന്തൽ വാങ്ങി. രുചി അതിവിശിഷ്ടമാണ്. അല്ലെങ്കിലും കണ്ണൂരുകാരുടെ ഭക്ഷണരീതി എനിക്ക് പെരുത്തിഷ്ടമാണ്. രുചിഭേദങ്ങളാവോളം ആസ്വദിക്കണം. അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കണം. കാല് കുഴയുന്നതിന് മുൻപ്, നടു തളർന്ന് കിടക്കുന്നതിന് മുൻപ് കുറേ നാടുകൾ താണ്ടി തീരണം ജീവിതം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. മുത്തപ്പൻ കാക്കട്ടെ മാലോകരെയെല്ലാം.